வின்டர் டைம் நவம்பர் டிசம்பர் நீங்க ₹1 காயின் கூட டவுன்ல போட்டீங்கன்னா அகைன் மேல வரும். அந்த அளவுக்கு ப்ரெஷர் இங்க ஜாஸ்தி இருக்கும். ஆட்டோமேட்டிக்கா மைண்ட் சேஞ்ச் ஆகிற ஒரு ஃபீல் கொடுக்குமா. லைஃப் லாங் கிடையாது, ஜஸ்ட் ஒரு 24 ஹவர்ஸ்க்கு ஒரு ட்ரக் டைப். കൊടൈക്കനാലിലെ മോയർ വ്യൂ പോയിന്റിന് മുന്നിൽ കാണുന്ന ഈ ഫോറസ്റ്റ് റൂട്ട് മൂന്നാറിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്കും അതുവഴി കൊച്ചിയിലേക്കും വേഗത്തിലെത്താൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ വഴി കണ്ടെത്തിയത്. അകപ്പെട്ടുപോയാൽ മരണം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ മതികെട്ടാൻ ശോല ഉൾപ്പെടുന്ന ഈ ഫോറസ്റ്റ് റൂട്ടിലൂടെ നിരവധി വ്യൂ പോയിന്റുകളും കണ്ട് ഒരു വാൻ സഫാരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ഈ സ്ഥലം സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുത്തി ഇതുവഴി മൂന്നാറിലേക്കുള്ള യാത്ര തമിഴ്നാട് ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണെങ്കിലും ടൂറിസ്റ്റുകൾക്കായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുവഴി വാൻ സഫാരികൾ നടത്തുന്നുണ്ട്. മോയർ വ്യൂ പോയിന്റിന് മുന്നിൽ നിന്നാണ് ഈ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ചെക്ക് പോസ്റ്റിനടുത്തുള്ള കൗണ്ടറിൽ നിന്ന് നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ് നമ്മളെ സഫാരി കൊണ്ടുപോകുന്നത്. പലതവണ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് ഞങ്ങളും ആദ്യമായിട്ടാണ്. നമ്മളെ കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ട്രിപ്പിൽ കാണാൻ പറ്റും. ഞങ്ങളോടൊപ്പം ഡ്രൈവർ വിത്ത് ഗൈഡായിട്ട് വന്ന് പ്രവീൺ എന്ന് പറയുന്ന ചേട്ടനാണ്. നിങ്ങൾ കൊടൈക്കനാലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു സഫാരി വാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഈ മോയാർ വ്യൂ പോയിന്റിന് മുന്നിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. അതല്ല നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രവീൺ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടൈക്കനാൽ എവിടെയാണോ സ്റ്റേ ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് പിക്ക് ചെയ്യുകയും സഫാരി കഴിഞ്ഞ് തിരികെ കൊണ്ടാക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ വന്ന ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴേക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 350 രൂപ ആണെങ്കിൽ ഈ സ്റ്റേയിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി തിരികെ കൊണ്ടാക്കുന്നതിന് ചെറിയൊരു പൈസ അധികം കൊടുക്കേണ്ടി വരും. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഈ സഫാരി സ്റ്റാർട്ടാവും. സൈലന്റ് വാലി, മതികെട്ടാൻ ശോല, ക്യാപ്സ്ലൈ വാലി, ബിരിഞ്ചാം അപ്പർ വ്യൂ പോയിന്റ്, ബിരിഞ്ചാം ലേക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഈ ട്രിപ്പിൽ പ്രധാനമായിട്ടും വിസിറ്റ് ചെയ്യുന്ന സ്പോട്ടുകൾ. ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ആനിമൽസിനെ കാണാനും സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യം പോകുന്നത് സൈലന്റ് വാലി വ്യൂ പോയിന്റിലേക്കാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ തേനിയുടെയും പെരിയോളത്തിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിന്നാർ എന്ന് പറയുന്ന ഒരു ട്രൈബൽസ് വില്ലേജ് ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരക്കാഴ്ചയിൽ കാണാൻ പറ്റും. കൊടൈക്കനാലിൽ നിന്ന് പെരുമാൾ മല, പെരിയോളം വഴി കമ്പത്തേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഈ ചിന്നാർ ട്രൈബൽസ് വില്ലേജ് നമുക്ക് കുറച്ച് അടുത്തായിട്ട് കാണാൻ പറ്റും. അതൊരു ഹിഡൻ റൂട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് സീസൺ ആയിട്ട് തന്നെ ഈ സഫാരി ട്രിപ്പ് പോകാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഗൈഡായിട്ട് വന്ന പ്രവീൺ ചേട്ടൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. அதுதான் ஒருத்தர் கேட்டுக்க முடியல, நான் அதனால தான் சொல்லிடுறது முன்னாடி. அதுதான் கூட வந்து மித்த டிரைவ் சொல்ல மாட்டாங்க. நெக்ஸ்ட் நம்ம கேப்ஸ் பிளே வேலி போகிறப்ப நியராக பார்க்கலாம் அந்த வில்லேஜ். இது ஆப்போசிட்ல இருக்குல்ல மூணார் ரூட், அந்த தேனி, பெரியகுளம், கம்பம். சேஃப் இருக்காது அந்த இடத்துல. இந்த மலைகளோட சென்டர்ல இருக்குல்ல, சென்டர்ல சின்ன வில்லேஜ் போல்தியானா सेंटर में സൈലന്റ് വാലി കഴിഞ്ഞ് ഇനി അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ ബെരിഞ്ചാം ലേക്കിന്റെ അപ്പർ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെരിഞ്ചാം ലേക്കിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് ബെരിഞ്ചാം ലേക്കിലേക്കും പോകുന്നുണ്ട്. ഇതാണ് ക്യാപ്സ്ലൈ വാലി വ്യൂ പോയിന്റ്. ഏകദേശം 1000 അടി താഴ്ചയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കൊക്കയത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുള്ള സമയങ്ങളിൽ നമ്മുടെ തൊപ്പിയൊക്കെ എടുത്ത് താഴേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ പറന്ന് മുകളിലേക്ക് വരും. അത്യാവശ്യം നല്ല കാറ്റുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ₹1 കോയിൻ വരെ തിരിച്ച് പറന്ന് കയറി വരും എന്നാണ് പറയുന്നത്. இந்த பிளேஸோட நேம் தான் கேப்ஸ்ப்ளை வேலின்னு சொல்லுவாங்க. தமிழ்ல தொப்பி தூக்கு பாறைன்னு கமலஹாசன் பிக்சர் தென்னாலி எடுத்த ஸ்பாட் இது. அதாவது இந்த பிளேஸோட ஹைட் வந்து 1 கிலோமீட்டருக்கு ஸ்ட்ரெயிட் டீப்பா இருக்கும். இந்த காரணம் அந்த மேல வரும். அதனால தான் கேப்ஸ்ப்ளை வேலின்னு சொல்றாங்க. வின்டர் டைம் நவம்பர் டிசம்பர் நீங்க ₹1 காயின் கூட டவுன்ல போட்டீங்கன்னா அகைன் மேல வரும். அந்த அளவுக்கு ப்ரெஷர் இங்க ஜாஸ்தி இருக்கும். அந்த லாஸ்ட் மவுண்டன் இதுக்கப்புறம் ஃபுல்லாமே சீ லெவல் தான்.
அதான் இந்த இடத்துக்கு கேப்ஸ் பிளே வேலின்னு சொல்றாங்க. தமிழ் மூவி தென்னாலி, மிஸ்டர் ரோமியோ, பிரபுதேவா, மெல்லிசைன்னு ஒரு சாங், அதெல்லாம் ஷூட்டிங் எடுத்த ஸ்பாட் இது. சரிங்களா, போய் பார்த்துட்டு வண்டிக்கு வந்துருங்க, விண்டோ க்ளோஸ் பண்ணுங்க. പയ്യ അടുത്ത നമ്മൾ പോകുന്നത് മതികെട്ടാൻ ചോലയിലേക്കാണ്. പലരും പാനിക്കാക്കുന്ന പല കഥകളാണ് മതികെട്ടാൻ ചോലയെ കുറിച്ച് പറയുന്നത്. ഇതൊന്നും ശരിക്കും വാസ്തവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് ചെറുതായിട്ട് പോലും സൂര്യപ്രകാശം കടക്കാത്ത ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ് മതികെട്ടാൻ. അതുപോലെ തന്നെ വർഷത്തിൽ 365 ദിവസവും ഇവിടെ ഈ പച്ചപ്പുള്ളതുകൊണ്ട് ഇതൊരു എവർഗ്രീൻ ഫോറസ്റ്റ് കൂടിയാണ്. ഈ കാട്ടിനുള്ളിൽ ചെന്തട്ടി എന്ന് പറയുന്ന ചെടിയുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ തന്നെ 24 മണിക്കൂർ നമ്മൾ ബോധക്ഷയം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ മതികെട്ടാൻ എന്ന പേര് വന്നത്. ஒன்று தெரியுது பாத்தீங்களா, இந்த ஃபாரஸ்டோட நேம் தான் மதிக்கெட்டான் சோலான்னு சொல்லுவாங்க, மெமரி லாஸ்ட் ஃபாரஸ்ட்னு. அதாவது இந்த ஃபாரஸ்ட் டோட்டல் 115 ஹெக்டேர், ஏக்கர் கிடையாது ஹெக்டேர், ஃபுல்லா ஹெர்பல் ட்ரீஸ் அண்ட் ஹெர்பல் பிளான்ஸ் இருக்குமா. இந்த ப்ரொக்கோலிசேப் ட்ரீ இருக்கு பாருங்களேன், அதாவது டென்ஸ் ஃபாரஸ்ட், ஹிந்தியில தல்தல் ஃபாரஸ்ட்னு சொல்லுவாங்க. ஒரு டிராப் சன்லைட் வந்து எவர் கிரீன் ஃபாரஸ்ட்னு சொல்லுவாங்க. வருஷத்துல 365 நாளும் அந்த ஃபாரஸ்டோட ஷேப் இப்படி தான் இருக்கும். இந்த டச் மிலாட் பிளான்ட் இருக்கு பாத்தீங்களா, தொட்டாஞ்சி நீங்க எல்லாருக்கும் இப்படி உங்க ஸ்கின்ல ஏதாச்சும் ஒரு இடத்துல லைட்டா டச் ஆனாலும் ஆட்டோமேட்டிக்கா மைண்ட் சேஞ்ச் ஆகிற ஒரு ஃபீல் கொடுக்குமா. லைஃப் லாங் கிடையாது, ஜஸ்ட் ஒரு 24 ஹவர்ஸ்க்கு ஒரு ட்ரக் டைப். செகண்ட், இந்த ஃபாரஸ்ட்ல மேஜிக் மஷ்ரூம்னு சொல்லுவாங்க, ஜாஸ்தி இந்த ஃபாரஸ்ட்ல வரும். சரிங்களா, இந்த ஃபாரஸ்ட்டுக்குள்ள மெடிசன் ரிசர்ச் பண்றதுக்கு நம்ம இந்தியா காலேஜ் அலோடு, த காந்தி மெடிக்கல் காலேஜ் ஹரியானா ஹைதராபாத்ல இருக்கு. அவங்க டெல்லியில லெட்டர் வாங்கிட்டு உள்ள போய் மெடிசன்ஸ் ரிசர்ச் எல்லாம் பண்றதுக்காக உள்ள போவாங்க. சரிங்களா, உள்ள வந்து 250 வெரைட்டிஸ் ஹெர்பல் பிளான்ஸ் இருக்கு. இறங்கி போட்டோஸ் எடுக்கிறதா எடுத்துக்கோங்க. ரிட்டர்ன் வரப்போ ஃபாக் ஆச்சுன்னா வியூ தெரியாது. பையா രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊച്ചി പോർട്ടിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരാണ് ഈ വഴി വെട്ടിയത്. വേഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പണിഞ്ഞ റോഡായതുകൊണ്ടാണ് ഇതിനെ എസ്കേപ്പ് റോഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് കൊടൈക്കനാൽ മൂന്നാർ സംസ്ഥാന പാതയായിരുന്നു. കേരളം തമിഴ്നാടും തമ്മിലുള്ള ഉടമസ്ഥ തർക്കം കാരണമാണ് ഇതുവഴിയുള്ള യാത്ര പിന്നീട് നിരോധിച്ചത്. 1990 വരെ ഇതുവഴി നമുക്ക് മൂന്നാറിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു. കൊടൈക്കനാലിൽ നിന്ന് കമ്പം വഴി 160 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. ഇതുവഴി നമ്മൾ പോകാന്നുണ്ടെങ്കിൽ വെറും 80 കിലോമീറ്റർ മാത്രമേ വരത്തുള്ളൂ മൂന്നാറിലേക്ക്. ഞാനതാ അവിടെ എടുത്തിട്ട് ഇത് 20 മിനിറ്റ് സ്റ്റോറിയാ ഫുള്ള് സ്റ്റോറിയിൽ എടുത്താ ഇത് അതെന്നളിയാ അത്. പക്ഷെ ആ ഒരു ഓപ്ഷൻ 2 സ്ലോ മോഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് അവിടെ എടുത്തേ ഉള്ളൂ. കാരണം അവർ കാണിച്ചു കൊടുക്കുന്നത് ഈ 2 സ്ലോ മോഷൻ. അത് നമ്മൾ ഫസ്റ്റ് എടുത്ത് എടുത്ത് മോഡ് എടുത്ത് അതിനെ കുറഞ്ഞു ഇതിനകത്ത് കണ്ടെന്നു ആ ഹെൽത്ത് കേസ് അതായിരിക്കും അതൊന്ന് ആ വീഡിയോ അത് വീഡിയോ വീഡിയോ ഞങ്ങളങ്ങനെ ഈ സഫാരിയുടെ ലാസ്റ്റ് സ്പോട്ടായ ബെരിഞ്ചാം ലേക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ലേക്ക് ഇവിടെ അല്ല, കുറച്ചുകൂടി ദൂരമുണ്ട്. ഇവിടം വരെ മാത്രമേ നമ്മളെ വണ്ടികൾ എത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ലേക്കിലേക്ക്. லேக்கு இன்சைட் வெஹிக்கிள் வந்து அலோட் பண்ண மாட்டாங்க. ஸ்ட்ரைட்டா போய் ஃபர்ஸ்ட் ரைட் போனீங்கன்னா ஜஸ்ட் ஒரு 150 மீட்டர்ஸ் வாக்கபிள் டிஸ்டன்ஸ்ல நீங்க லேக் பக்கத்துல போலாம். ஆனா இங்க வந்து போட்டிங் മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലേക്കും വട്ടവടയിലേക്കും ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എത്രയും വേഗം ഈ തർക്കമൊക്കെ പരിഹരിച്ച് ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ടൂറിസ്റ്റ് മേഖലകൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. നമ്മൾ ഈ കണ്ടുവന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബെരിഞ്ചാം ലേക്ക്. ഇത്ര നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചെടി
ഇതാണ് നമ്മുടെ ഈ സഫാരിയിലെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ മടങ്ങാൻ സമയമായി. നിങ്ങളും കൊടൈക്കനാലൊക്കെ വരുമ്പോഴേക്ക് ഈ സ്ഥിരം സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സഫാരിയെല്ലാം എടുത്തു വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.